ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ വർഷയുടെ താലിമാറ്റൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയൊരു മാലയാണ് വർഷയ്ക്ക് വേണ്ടിയിട്ട് വർഷയുടെ അമ്മ എടുത്ത് വെച്ചേക്കണത്. വർഷയുടെ അമ്മ എടുത്ത് വെച്ചേക്കണത് വർഷയുടെ അമ്മ എടുത്ത് വെച്ചേക്കണത് ചന്ദ്രമതി. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ്, നിൻ്റെ അച്ഛൻ വരില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയോട്. അത്രയും വലിയൊരു മാലയാണ് വർഷയ്ക്ക് ഇടിച്ചേക്കണത്. അപ്പോൾ ശ്രുതിക്ക് അതൊക്കെ കാണുമ്പോൾ ആകെ ഉള്ളിൽ പിടങ്ങിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ശ്രുതിയും മേരിയും കൂടി ഏർപ്പാടാക്കിയിട്ടുള്ള ദാമു പറഞ്ഞിട്ടുള്ള ആൾ സച്ചിയെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. രേവതിനെ അവർ ചടങ്ങെന്ന് മാറ്റി നിർത്തുന്നുണ്ടെങ്കിലും വർഷ രേവതിയെ വിളിച്ചിട്ട് ചടങ്ങ് നടത്താൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വർഷയുടെ ചടങ്ങ് കഴിഞ്ഞു, ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞു. ഇനി ശ്രുതിയുടെ ചടങ്ങാണ് നടത്താൻ വേണ്ടിയിട്ട് ശ്രുതിയെ കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട്. ചന്ദ്രമതിയുടെ മുഖം വല്ല കടുന്നൽ കുത്തിയ പോലെ വീർത്തിരിക്കുന്നുണ്ട്. കാരണം വേറൊന്നല്ല, ശ്രുതിയുടെ അച്ഛൻ വരാത്ത തന്നെ. ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ വരുമ്പോൾ ഒരു 10 പവനെങ്കിലും കൊണ്ടുവരൂല്ലേ താലിമാലയായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വർഷയുടെ സ്വർണം കാണുമ്പോൾ ശ്രുതിയുടെ ഭർത്താവ്, അതായത് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഇതെന്താ അത് 10-75 പവൻ്റെ സ്വർണ്ണം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയും മോനും കൂടിയിട്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഇവിടുത്തെ സ്വർണ്ണമല്ലടാ, മലേഷ്യയിലത്തെ സ്വർണം കൊണ്ട് വരും ശ്രുതിയുടെ അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ വെറും താലിമാറ്റ ചടങ്ങിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ആ ഒരു കഥകളിൽ മാത്രമാണ് ചെമ്പനീർപ്പൂ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ. അപ്പം ഇനിയിപ്പോൾ നാളെ എന്താ ഉണ്ടാവുമെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം.